ഉത്തരരാമചരിതം, മാലതീമാധവം മുതലായ നാടകങ്ങളുടെയും മറ്റും കർത്താവും മഹാകവിയുമായിരുന്ന ഭവഭൂതി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശ്രീകണ്ഠൻ എന്നായിരുന്നു. തപസ്യുകാം ഗതോവസ്ഥാമിതി സ്മേരാനനാവിവ ഗിരിജായ സ്തനൗ വന്ദേ ഭവഭൂതി സിതാനനൗ എന്നൊരു ശ്ലോകമുണ്ടാക്കി ഒരു വിദ്വൽ സമാജത്തിൽ വെച്ച് ചൊല്ലുകയും അതിലെ ഭവഭൂതി ശബ്ദത്തിൻ്റെ ചമൽക്കാര നിമിത്തം സന്തുഷ്ട ഹൃദയരായി തീർന്ന ആ സഭാവാസികൾ അദ്ദേഹത്തിന് ഭവഭൂതി എന്നു തന്നെ പേര് കൊടുക്കുകയും ആ പേര് പിന്നീട് പ്രസിദ്ധമായി തീരുകയുമാണ് ചെയ്തത്. ഒരിക്കൽ ശ്രീപാർവതി ശ്രീ പരമേശ്വരനോട് കവിത്വത്തിൽ കാളിദാസനോ ഭവഭൂതിക്കോ അധികം യോഗ്യത എന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇന്നിന്ന പ്രകാരമേ വരികയുള്ളൂ എന്ന് കാളിദാസന് നല്ല നിശ്ചയമുണ്ട്. ഭവഭൂതിക്ക് അത്ര തന്നെ ഇല്ല എന്നുള്ള ഭേദമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ അറിയാം എന്ന് മറുപടി കൽപ്പിക്കുകയും പരീക്ഷിക്കാനുള്ള കൗശലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉപദേശപ്രകാരം സുബ്രഹ്മണ്യസ്വാമി ഒരു മരിച്ച ശിശുവായി തീരുകയും ശ്രീപാർവതി വിധവയും വൃദ്ധയുമായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷം ധരിച്ച് ഈ ശിശുവിനെയും എടുത്ത് ഭോജരാജാവിൻ്റെ ഗോപുരദ്വാരത്തിങ്കൽ കൊണ്ടുചെന്ന് കിടത്തിക്കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ സഭ പിരിഞ്ഞ് ഓരോ കവിശ്രേഷ്ഠന്മാർ അതിലെ വന്നു തുടങ്ങി. അവരിൽ ഓരോരുത്തരോടും ശ്രീപാർവതി, ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കണേ, എൻ്റെ കുട്ടി ഒരു ശാപത്തിൽ മരിച്ചുപോയിരിക്കുന്നു. പുരോനിസ്സരണേ രണ എന്നൊരു സമസ്യയുണ്ട്. അത് വേണ്ടതുപോലെ പൂരിപ്പിച്ചാൽ ഈ കുട്ടി ജീവിക്കും. അങ്ങനെയാണ് ശാപമോക്ഷം. അതിനാൽ ഇതൊന്ന് വേണ്ട പോലെ പൂരിപ്പിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ട് ആ കവികളെല്ലാം ആ സമസ്യ ഓരോ വിധം പൂരിപ്പിച്ചു. അപ്പോൾ ശ്രീപാർവതി, എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്തോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നും പറഞ്ഞ് അവരെല്ലാവരും പോയി. ഉടനെ ഭവഭൂതി അതിലേ വന്നു. അദ്ദേഹത്തോടും ദേവി മേൽപ്പറഞ്ഞ പ്രകാരം പറഞ്ഞു. ഭവഭൂതി ആ സമസ്യയെ യാമീതി പ്രിയ പൃഷ്ടായ പ്രിയായ ഖണ്ഡസക്തയോ അശ്രു ജീവിതയോരാസി പുരോനിസ്സരണീരണ എന്ന് പൂരിപ്പിച്ചു. അപ്പോഴും ശ്രീപാർവതി, എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചാൽ ഈ സമസ്യ ഇതിലധികം ഭംഗിയായിട്ട് പൂരിപ്പിക്കാൻ കഴിയുകയില്ല. ഇനിയൊരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ ശരിയായി പൂരിപ്പിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഭവഭൂതിയും പോയി. ഒടുവിൽ കാളിദാസരുടെ വരവായി. അപ്പോഴും ദേവി മേൽപ്പറഞ്ഞ പ്രകാരം പറയുകയും കാളിദാസനും സമസ്യ പൂരിപ്പിക്കുകയും ചെയ്തു. കാളിദാസരുടെ പൂരണവും ഭവഭൂതിയുടെ പൂരണവും ഒരുപോലെ തന്നെയായിരുന്നു. ഒരക്ഷരത്തിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നില്ല. കാളിദാസരോടും ദേവി എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കാളിദാസർ, എന്നാൽ നിങ്ങളുടെ കുട്ടി ജീവിക്കുന്നതല്ല, അല്ലെങ്കിൽ മരിച്ചിട്ടില്ല. മരിക്കാതെ ജീവിക്കുന്നതെങ്ങനെ? ഈ സമസ്യ ഇതിലധികം ഭംഗിയായി പൂരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഭവഭൂതിയുടെയും കാളിദാസരുടെയും പൂരണങ്ങൾ ഒരുപോലെ തന്നെ ഇരിക്കുകയും കാളിദാസൻ മേൽപ്പറഞ്ഞ പ്രകാരം തീർച്ചയായി പറയുകയും ചെയ്തതുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തത് വാസ്തവം തന്നെയെന്ന് ശ്രീപാർവതിക്ക് ബോധ്യപ്പെടുകയും സുബ്രഹ്മണ്യനോടുകൂടി കൈലാസത്തിങ്കൽ ചെന്ന് ദേവി ഈ ഉണ്ടായ വിവരമെല്ലാം ഭഗവാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു.